നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയിൽ രാജ്യത്തെ പ്രധാന കേന്ദ്രമായി കൊച്ചിയെ മാറ്റാൻ സംസ്ഥാന സർക്കാർ ഒരുക്കം തുടങ്ങി. ഇതിന്റെ ആദ്യപടിയായി IBM സോഫ്റ്റ്വെയറുമായി വ്യവസായ മന്ത്രി P. രാജീവ്, വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സുമൻ ബില്ല എന്നിവർ കൊച്ചിയിൽ ചർച്ച നടത്തി. IBMന്റെ AI സാങ്കേതിക വിദ്യയുടെ ഹബ്ബ് കൊച്ചിയിൽ തുടങ്ങാനും തത്വത്തിൽ ധാരണയായി. IBM സീനിയർ വൈസ് പ്രസിഡന്റ് ദിനേശ് നിർമ്മൽ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയും നടത്തി. നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യയിൽ പുതുചരിത്രം കുറിക്കാനൊരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. AI സാങ്കേതികവിദ്യയിൽ രാജ്യത്തെ പ്രധാന ഹബ്ബായി കൊച്ചിയെ മാറ്റാനുള്ള നടപടികൾക്ക് സർക്കാർ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി IBM സോഫ്റ്റ്വെയറുമായി വ്യവസായ മന്ത്രി P. രാജീവ്, വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സുമൻ ബില്ല എന്നിവർ കൊച്ചിയിൽ ചർച്ച നടത്തി. IBMന്റെ AI സാങ്കേതികവിദ്യയുടെ ഹബ്ബ് കൊച്ചിയിൽ തുടങ്ങാനും തത്വത്തിൽ ധാരണയായി. IBM സീനിയർ വൈസ് പ്രസിഡന്റ് ദിനേശ് നിർമ്മൽ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഈ വർഷം മധ്യത്തോടെ കൊച്ചിയിൽ അന്താരാഷ്ട്ര AI ഉച്ചകോടി നടത്തുമെന്ന് മന്ത്രി P. രാജീവ് അറിയിച്ചു. IBMന്റെ AI ഹബ്ബായി കൊച്ചി മാറുന്നതോടെ ആഗോളതലത്തിലെ മികച്ച AI പ്രൊഫഷണലുകൾ കൊച്ചിയിലേക്ക് എത്തുമെന്നും മന്ത്രി പറഞ്ഞു. IBMന്റെ AI കേന്ദ്രം കൊച്ചിയിലേക്ക് മാറുന്നതോടെ മറ്റ് ആഗോള IT കമ്പനികളും സമാനമായ രീതിയിൽ ചിന്തിക്കുമെന്നും മന്ത്രി പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ഇൻഫോ പാർക്കിന്റെ രണ്ടാം ഘട്ടവും സ്മാർട്ട് സിറ്റിയുമെല്ലാം ഇതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പ്രദാനം ചെയ്യാൻ പ്രാപ്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. ജനറിക് AI എന്നതിനപ്പുറം ജനറേറ്റീവ് AI എന്ന ആശയമാണ് കൊച്ചി ഹബ്ബ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് രാജീവ് പറഞ്ഞു. ബോയിങ് വിമാന കമ്പനി പോലുള്ള ആഗോള ഭീമന്മാർ IBMന്റെ AI സേവനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ബോയിങ്ങിന്റെ അടക്കം പ്രാതിനിധ്യം AI ഉച്ചകോടിയിൽ എത്തിക്കാനാണ് സർക്കാരിന്റെ നീക്കമെന്നും അദ്ദേഹം പറഞ്ഞു. കൈരളി ന്യൂസ്, കൊച്ചി.